ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നായിരുന്നു അന്തരിച്ച കലാകാരൻ സലീം കുമാറിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. ഈ ഒരു സംസ്കാര വേളയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചന്തു സലീം കുമാർ മാധ്യമങ്ങളോട് പെരുമാറിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, അതായത് സലീം കുമാർ എന്ന് പറയുന്ന കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. അങ്ങനെ ഒഴുകിയെത്തിയ ജനങ്ങൾക്ക് അദ്ദേഹത്തിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്നത് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളാണ്. ആ ഒരു ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ചന്തു സലീം കുമാർ പൊട്ടിത്തെറിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായം അതെന്താണ് എന്നൊന്ന് അറിയാനായിട്ട് എനിക്കും താല്പര്യമുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കാണിച്ചു കൂടുന്ന തോന്നിവാസങ്ങളോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ചന്തു സലീം കുമാർ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു മകൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടതായിട്ട് വന്നത്. മറ്റൊന്നുമല്ല, അവിടെ അദ്ദേഹത്തിന് അവസാനമായിട്ട് കാണാൻ വന്ന ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ അവിടെ ഈ ഒരു തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയത്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്ന സമയത്ത് അവിടെ പൊങ്കാല അർപ്പിക്കാണ്ടെത്തിയ താരങ്ങളുടെ, അതായത് നടിമാരുടെ മാറിടങ്ങളിലേക്ക് വരെ ക്യാമറ ഫോക്കസ് ചെയ്ത് അന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കിയ ഓൺലൈൻ മീഡിയസ് നമ്മുടെ നാട്ടിൽ ധാരാളമാണ്. നീലക്കുയിലും അതേണക്ക് തന്നെ മെയിൻ സ്ട്രീം മീഡിയ, അങ്ങനെ കുറേ അധികം മാധ്യമങ്ങൾ അന്ന് വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. അതിലേറ്റവും വിവാദമായത് അന്നാരാജൻ്റെ വീഡിയോ ആയിരുന്നു. അവർ പൊങ്കാലയിടുന്ന വീഡിയോ ഇവർ ഷൂട്ട് ചെയ്തു. അത് എക്സ്ട്രീം വൾഗറായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇവർ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിവാദങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയസിനെ നിയന്ത്രിക്കാണ്ട് സിനിമാ സംഘടനകളോ അല്ലെങ്കിൽ ഈ താരങ്ങളുടെ കൂട്ടായ്മകളോ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ നടീനടന്മാർക്ക് യാതൊരുവിധ പ്രൈവസിയും ഇല്ല. അവരുടെ വീട്ടിൽ ഒരു ജനനം നടന്നാലും ഒരു മരണം നടന്നാലും എന്തിനേറെ പറയുന്ന ഒരു വിവാഹം നടന്നാലും എല്ലാം ഈ ക്യാമറകൾ അവർക്ക് ചുറ്റുമുണ്ട്. അവരുടെ പ്രൈവസി നശിപ്പിക്കുന്ന തരത്തിൽ. എന്തിനേറെ പറയുന്നു, ഇനി ലാസ്റ്റ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്ന ഇവന്മാർ നടിമാരുടെ ബാത്റൂമിൽ വരെ ക്യാമറയും കൊണ്ട് കയറും. ആ ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എന്തായാലും എത്തിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ദിയാസന എന്ന് പറയുന്ന താരം. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് കേട്ടോ വന്നത്. സഹികെട്ടിട്ടാണ് കേട്ടോ ഇത് സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസിനോടാണ്, ഇത്രയും വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള ജീവികളായി മാറരുത്. മനുഷ്യരാണെന്നുള്ള ബോധം വേണം. നിന്റെയൊക്കെ കയ്യിൽ ഓരോ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും നീയൊക്കെ മനുഷ്യരാണെന്നുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയാസിനോടാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യന്റെ പ്രൈവസിയെ ഉൾക്കൊള്ളാനുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ സ്വന്തം അച്ഛനെയും അമ്മേനെയൊക്കെ നീയൊക്കെ കൊന്നിട്ട് നീയൊക്കെ ഒരു കാര്യം ചെയ്യും, വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ഇറക്ക്. ഇത് ഞാനും പലപ്പോഴും ഇവന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ നടിമാരുടെയും മറ്റും മാറിടങ്ങളിലേക്ക് ക്യാമറ വെക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് ലാസ്റ്റ് ഇതിനൊന്നും റീച്ച് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവന്മാർ ഒരു കാര്യം ചെയ്യും. സ്വന്തം അമ്മയും പെങ്ങളും കുളിക്കുമ്പോൾ ആ ബാത്റൂമിലേക്ക് ഒരു ക്യാമറ വെക്കും, അതങ്ങ് ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഇവന്മാർ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്യും. കാരണം റീച്ച് കിട്ടിയാൽ മതിയല്ലോ. അതിപ്പോൾ സ്വന്തം അമ്മയാണോ പെങ്ങളാണോ എന്നൊരു നോട്ടം കാണില്ല. അങ്ങനെ തന്നെയാണ് നാളെ ചിലപ്പോൾ സ്വന്തം തന്തേനെ തല്ലിക്കൊന്നിട്ട് ഇവന്മാർ ആ ഒരു ശവസംസ്കാര ചടങ്ങും കൂടി ഇതേക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ട് പല പല ക്യാപ്ഷനുകൾ ഇട്ടേച്ച് അപ്ലോഡ് ചെയ്യും. റീച്ച് കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് തന്നെ. എന്നാലും ബാക്കി കൂടി നമുക്ക് കാണാം. കാരണം ഗതികെട്ട അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ മനുഷ്യർ സംസാരിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ഇന്ന് സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അവരുടെ മക്കൾക്ക് പോലും മര്യാദയ്ക്ക് സൗകര്യപൂർവ്വം അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അവരുടെ ആ കർമ്മങ്ങൾ ചെയ്യാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം വളരെ മോശപ്പെട്ട, വളരെ തരം താഴ്ന്ന ഒരു രീതിയായിപ്പോയി. കാരണം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കാണുന്നുണ്ട്, ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ ആരെങ്കിലുമൊക്കെ മരണങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങൾ അവർ കുറേ അത് സത്യമാണ് കേട്ടോ. ഈ അടുത്തിടെ കുറേ അധികം താരങ്ങൾ മരിച്ചപ്പെടുത്തി. ആ സമയത്തല്ല ഇവന്മാരിട്ടിരിക്കുന്ന ഓരോ ക്യാപ്ഷനുകൾ പരിശോധിച്ചാൽ മതി.
അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അന്നാരാജൻ വന്നിരിക്കുന്നു, പ്രിയ താരം ലക്ഷ്മിപ്രിയ വന്നിരിക്കുന്നു, അത് കണക്കിന് അൻസിക വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മരിച്ചത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ അതെല്ലാം വലിയ ക്യാപ്ഷൻ ആക്കിയിട്ടിരിക്കുക. അതുകൂടാതെ അവിടെ വരുന്ന സ്ത്രീകളുടെ മാറിടത്തിലൊക്കെയാണ് ഇവന്മാർ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ. ഇതിനൊക്കെ ഒരു കൂച്ചുവിലം കിടാൻ വേണ്ടിയിട്ട് സത്യത്തിൽ നമ്മുടെ ഇവിടെ നിയമമില്ല, അല്ലെങ്കിൽ നിയമം ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാം കണ്ണടയ്ക്കുന്നു. കാരണം ഇന്ന് മന്ത്രിമാരുടെ വരെ പല ഫംഗ്ഷനുകളും ഈ ലൈസൻസ് ഇല്ലാത്ത മാധ്യമങ്ങളാണ് കവർ ചെയ്യുന്നത്. അവിടെയൊക്കെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ 2 പടി പുറത്താണ് നിൽക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കിയേ, ഈ ഒരു UDF മന്ത്രിസഭ അധികാരത്തിലേറിയതിന് തൊട്ട് പിന്നാലെ VD സതീശൻ ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്ന, അതായത് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സകലമാന മന്ത്രിമാരും പങ്കെടുക്കുന്ന എല്ലാ ഫംഗ്ഷനിലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത് ഓൺലൈൻ മീഡിയസിനാണ്. അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകൾ പോലും അവിടെ പടിക്ക് പുറത്താണ്. എന്നാലും ബാക്കിയുള്ളതാണ് ഓപ്ഷൻ ഇടും, കുറേ തംബ്നെയിൽസുകൾ കൊടുത്തിട്ട് അവരിങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യാണ്. നമ്മളെ സ്വന്തം കുടുംബത്തിനകത്ത് നമ്മൾക്ക് സംഭവിച്ചെങ്കിൽ, നമ്മളെ സഹോദരങ്ങൾക്ക്, നമ്മളുടെ മക്കൾക്കൊക്കെ സംഭവിച്ചാൽ നമ്മൾ ഇതും പൊക്കിപ്പിടിച്ചോണ്ട് ചെല്ലുവോ? നിനക്കൊക്കെ ഒരു ബോധം വേണ്ടേ? ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലല്ലോ അവിടെയൊക്കെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് മനുഷ്യന്റെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ മൺമറഞ്ഞു പോയി. അയാളുടെ കുടുംബമൊക്കെ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവും. ഓരോ മനുഷ്യരും അത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന മാനസിക അവസ്ഥ, ഈ ബാധ്യതയും കൂടിയൊക്കെ അവരുടെ കുടുംബങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കുറച്ചൊക്കെ ഒരു മര്യാദ, മിനിമം മാനേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനം ആവാൻ കേട്ട. ദയവ് ഇത് ഈ പണിക്കിനി ഇറങ്ങരുത്, ഈ പണിക്ക് ഇറങ്ങരുത്. നിന്റെയൊക്കെ കാല് പിടിച്ചാ പറയുന്നത്. സിറ്റുവേഷൻ, ആളുകളുടെ സൗകര്യം, ആളുകളുടെ പ്രൈവസി, ആളുകളുടെ കൺസേൺ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാക്കും നീയൊക്കെ. ഇവന്മാർ ഇനിയും വരും. ഇവന്മാർ ഈ പണി ഇന്നുകൊണ്ടൊന്നും നിർത്തത്തില്ല. കാരണം ഇനി ഇവന്മാർ വരും. എത്ര തന്തയ്ക്കുള്ളി കേട്ടാലും ഇവന്മാർ ക്യാമറ തൂക്കിക്കൊണ്ട് വരും. ഇതിനൊരു പരിധി വരെ തടയിടാണ്ട് പറ്റുന്നത് സിനിമാ സംഘടനകൾക്കും അതേക്ക് സീരിയൽ താരങ്ങളുടെ സംഘടനകൾക്കും ഒക്കെയാണ്. അവർ ശക്തമായിട്ടൊരു നിലപാടെടുക്കണം. ലൈസൻസ് ഇല്ലാത്ത, ഒരു ഓതറൈസേഷനും ഇല്ലാത്ത ഒരു മീഡിയാസും ഇനി മുതൽ ഞങ്ങളുടെ ഒരു പരിപാടിയും കവർ ചെയ്യണ്ട എന്നൊരു നിലപാട് നമ്മുടെ സിനിമ സീരിയൽ സംഘടനകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്നത്തോടെ ഈ ഒരു വിഷയം തീർക്കാൻ പറ്റും. പക്ഷെ അതിനൊന്നും ഇവരാരും തയ്യാറാകുന്നില്ല.